വിദ്യാസാഗറിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ഇന്ത്യ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്ന +1 ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നാഷണൽ ഹസാർഡ് ആൻഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടും അതോടൊപ്പം തന്നെ അവ ഉണ്ടാക്കുന്ന കോൺസിക്വൻസസും അതിൻ്റെ മിറ്റിഗേഷനെ പറ്റിയിട്ടുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ്. Natural disasters are the elements of circumstances in the natural environment that have the potential to cause harm to people or property or both. അപ്പോൾ എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ വസ്തുവകകൾക്കോ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളെയാണ് എന്തെന്ന് പറയുക, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്? നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങൾക്കോ അവരുടെ വസ്തുവകകൾക്കോ ദോഷം സംഭവിക്കുന്ന സാഹചര്യങ്ങളെയാണ് എന്തെന്ന് പറയുക, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുക. ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒക്കറൻസ്, അതായത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 4ആയിട്ട് തരംതിരിക്കാറുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യത്തെ തരംതിരിവാണ് അറ്റ്മോസ്ഫിയറിക്, രണ്ടാമത്തേതാണ് ടെറസ്ട്രിയൽ, മൂന്നാമത്തേതാണ് അക്വാട്ടിക്, നാലാമത്തേതാണ് ബയോളജിക്കൽ. നമ്മൾ പറഞ്ഞ എന്താണ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ വസ്തുവകകൾക്കോ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യങ്ങളെയാണ് എന്തെന്ന് പറയുക, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുക. ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ അതിൻ്റെ ഒക്കറൻസ് അഥവാ അത് സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ 4ആയിട്ട് തരംതിരിക്കാറുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഏതൊക്കെയായിരുന്നു? അറ്റ്മോസ്ഫിയറിക്, ടെറസ്ട്രിയൽ, അക്വാട്ടിക്, അതോടൊപ്പം തന്നെ ബയോളജിക്കൽ. ഇനി നമുക്ക് ഓരോന്നും ഏതാണെന്ന് പരിശോധിക്കാം. അറ്റ്മോസ്ഫിയറിക്കിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് ബ്ലിസാർഡ്സ്, തണ്ടർ സ്റ്റോംസ്, ലൈറ്റ്നിങ്, ടൊർണാഡോസ്, ഡ്രൗട്ട്, ഹെയിൽ സ്റ്റോംസ്, അതോടൊപ്പം തന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺസ്. അപ്പോൾ പ്രധാനമായിട്ട് വരുന്ന അറ്റ്മോസ്ഫിയറിക്കിനകത്ത് വരുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ബ്ലിസാർഡ്സ് ഉണ്ട്, തണ്ടർ സ്റ്റോംസ് ഉണ്ട്, ലൈറ്റ്നിങ് ഉണ്ട്, ടൊർണാഡോസ് ഉണ്ട്, ഡ്രൗട്ട് ഉണ്ട്, ഹെയിൽ സ്റ്റോം ഉണ്ട്, അതോടൊപ്പം തന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ടെറസ്ട്രിയൽ ആണ്. ടെറസ്ട്രിയലിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് എർത്ത്ക്വേക്ക്, വോൾക്കാനിക് എറപ്ഷൻസ്, ലാൻഡ് സ്ലൈഡ്സ്, അവലാഞ്ചസ്, സബ്സിഡൻസ്, അതോടൊപ്പം തന്നെ സോയിൽ ഇറോഷൻ. അപ്പോൾ ടെറസ്ട്രിയലിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? എർത്ത്ക്വേക്ക്, വോൾക്കാനിക് എറപ്ഷൻസ്, ലാൻഡ് സ്ലൈഡ്, അവലാഞ്ചസ്, സബ്സിഡൻസ്, സോയിൽ ഇറോഷൻ. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് അക്വാട്ടിക് ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ്. അക്വാട്ടിക് ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് ഫ്ലഡ്സ്, ടൈഡൽ വേവ്സ്, ഓഷ്യൻ കറൻസ്, അതോടൊപ്പം തന്നെ സുനാമി. അപ്പോൾ അക്വാട്ടിക് ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഫ്ലഡ്സ്, ടൈഡൽ വേവ്സ്, ഓഷ്യൻ കറൻസ്, അതോടൊപ്പം തന്നെ സുനാമി. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ബയോളജിക്കൽ ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇൻസെക്ട്സ് ഇൻഫെസ്റ്റേഷൻ ആണ്. അതായത് ബാക്ടീരിയ, ഫംഗസ്, വൈറൽ ആയിട്ടുള്ള ഡിസീസിനെയാണ് നമ്മൾ ബയോളജിക്കൽ ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബയോളജിക്കൽ ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻസെക്ട്സ് ഇൻഫെസ്റ്റേഷൻ ആണ്. അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗൽ ആയിട്ടുള്ള ഡിസീസസിനെയാണ് നമ്മൾ ഈ ഒരു ബയോളജിക്കൽ കാറ്റഗറിയിൽ പെടുത്തുക. അപ്പോൾ പ്രധാനമായിട്ടും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കുക? അറ്റ്മോസ്ഫിയറിക്, ടെറസ്ട്രിയൽ, അക്വാട്ടിക്, അതോടൊപ്പം തന്നെ ബയോളജിക്കൽ എന്നിങ്ങനെയാണ് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കുക. അതിനകത്ത് അറ്റ്മോസ്ഫിയറിക്കിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണ് ബ്ലിസാർഡ്സ്, തണ്ടർ സ്റ്റോംസ്, ലൈറ്റ്നിങ്, ടൊർണാഡോസ്, ഡ്രൗട്ട്, ഹെയിൽ സ്റ്റോംസ്, അതോടൊപ്പം തന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺ തുടങ്ങിയവ. ടെറസ്ട്രിയലിനകത്ത് നമ്മൾ ചർച്ച ചെയ്തത് എർത്ത്ക്വേക്ക്, വോൾക്കാനിക് എറപ്ഷൻസ്, ലാൻഡ് സ്ലൈഡ്സ്, അവലാഞ്ചസ്, സബ്സിഡൻസ്, അതോടൊപ്പം തന്നെ സോയിൽ ഇറോഷൻ. അതിനുശേഷം നമ്മൾ പറഞ്ഞത് അക്വാട്ടിക് ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. അക്വാട്ടിക് ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഫ്ലഡ്സ്, ടൈഡൽ വേവ്സ്, ഓഷ്യൻ കറൻസ്, അതോടൊപ്പം തന്നെ സുനാമി തുടങ്ങിയവയായിരുന്നു. അവസാനമായി നമ്മൾ പറഞ്ഞത് ബയോളജിക്കൽ ആയിട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെയാണ്. അത് പ്രധാനമായും എന്താണ് ഉൾപ്പെടുന്നത്? ഇൻസെക്ട്സ് ഇൻഫെസ്റ്റേഷൻ ആണ്. അതായത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവ മൂലം ഉണ്ടാകുന്ന ഡിസീസസ് ആണ് ഈ ബയോളജിക്കൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇന്ത്യയിൽ പൊതുവെ കണ്ടുവരുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ്. ഈ പൊതുവായിട്ട് കണ്ടുവരുന്ന നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് എർത്ത്ക്വേക്സ്, സുനാമി, ട്രോപ്പിക്കൽ സൈക്ലോൺ, ഫ്ലഡ്സ്, ഡ്രൗട്ട്, അതോടൊപ്പം തന്നെ ലാൻഡ് സ്ലൈഡ് മുതലായവയെ പറ്റിയിട്ടാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഏതൊക്കെ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്? എർത്ത്ക്വേക്സ് ഉണ്ട്, സുനാമി ഉണ്ട്, ട്രോപ്പിക്കൽ സൈക്ലോൺ ഉണ്ട്, ഫ്ലഡ്സ് ഉണ്ട്, ഡ്രൗട്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ട്.
അപ്പോൾ നമുക്ക് ആദ്യത്തെ നാച്ചുറൽ ഡിസാസ്റ്ററിലേക്ക് പോകാം. എർത്ത്ക്വേക്സ്. Earthquakes are of tectonic origin have proved to be the most devastating and their area of influence is also quite high. അപ്പോൾ എർത്ത്ക്വേക്സ് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? ടെക്ടോണിക് ആയിട്ടുള്ള ഒറിജിൻ ആണ്. അതായത് ഇൻറ്റീരിയർ ഓഫ് എർത്തിൽ നിന്നാണ് എന്തുണ്ടായി വരുന്നത്? ഈ ഒരു എർത്ത് കേക്ക് ഉണ്ടായി വരുന്നത്. മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് എർത്ത്ക്വേക്കിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ സവിശേഷത എന്ന് പറയുന്നത് ഇതെങ്ങനെയുള്ളതാണ്? വളരെ ഡെവസ്റ്റേറ്റിംഗ് ആണ്. അതായത് ഇതിൻ്റെ ആ ഒരു ആക്രമണോത്സുകത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാവിറ്റി ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഏതിന്? എർത്ത്ക്വേക്സിന് മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സുമായിട്ട് അപേക്ഷിച്ച് വളരെ ഹൈ ഇൻറ്റൻസിറ്റി ഉള്ളതാണ് ഏതെന്ന് പറയുന്നത്? എർത്ത്ക്വേക്സ് എന്ന് പറയുന്നത്. എർത്ത്ക്വേക്സ് പൊതുവേ നമ്മൾ എങ്ങനെയാണ് കാണപ്പെടുക എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് എറപ്ഷൻസ്, റോക്ക് ഫോൾ, അതോടൊപ്പം ലാൻഡ് സ്ലൈഡ്, സബ്സിഡൻസുമായിട്ടാണ് പൊതുവേ ഈ ഒരു എർത്ത്ക്വേക്സ് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ എർത്ത്ക്വേക്സ് ഏതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും? വോൾക്കാനിക് എറപ്ഷൻസ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അല്ലെങ്കിൽ റോക്ക് ഫോള്, ലാൻഡ് സ്ലൈഡ്, സബ്സിഡൻസ് തുടങ്ങിയവയുടെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് കാണുവാൻ സാധിക്കും? എർത്ത്ക്വേക്സ് സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത് പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് മൈനിങ് ഏരിയാസിലും അതോടൊപ്പം തന്നെ റിസർവോയർ ഡാം ഏരിയാസിലുമാണ് പൊതുവേ നമ്മൾ ഈ ഒരു എർത്ത്ക്വേക്കിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? എർത്ത്ക്വേക്സ് എന്ന് പറയുന്നത് ടെക്ടോണിക് ഒറിജിനുള്ള ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്ന് പറയുന്നത് മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് വളരെ ഹൈ ഗ്രാവിറ്റി ഉള്ളതാണ് ഈ ഒരു എർത്ത്ക്വേക്സ് എന്ന് പറയുന്നത്. ഈ എർത്ത്ക്വേക്സ് ഏതുമായിട്ടാണ് നമുക്ക് അസോസിയേറ്റ് ചെയ്ത് കാണുവാൻ സാധിക്കുക? വോൾക്കാനിക് എറപ്ഷൻ, അതോടൊപ്പം തന്നെ റോക്ക് ഫോള്, ലാൻഡ് സ്ലൈഡ്സ്, സബ്സിഡൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് എന്തിനെ കാണുവാൻ സാധിക്കും? ഈ എർത്ത്ക്വേക്സിനെ കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനമായി ഇത് കണ്ടുവരുന്നത് എവിടെയൊക്കെയാണ്? മൈനിങ് ഏരിയാസിൽ കാണുന്നുണ്ട്. അതോടൊപ്പം ഡാം റിസർവോയർ ഏരിയയിലും ഇതിനെ കാണുവാനായിട്ട് സാധിക്കും. നാഷണൽ ജിയോഗ്രഫിക്കൽ ലബോറട്ടറി, അതോടൊപ്പം തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മീറ്റീരിയോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതോടൊപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തുടങ്ങിയവർ ഇന്ത്യയിൽ കണ്ടുവരുന്ന എർത്ത്ക്വേക്സിനെ പഠിക്കുന്നുണ്ട്. അതായത് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള 1200-ൽ പരം മൈനറായിട്ടും മേജറായിട്ടുമുള്ള എർത്ത്ക്വേക്സിനെ പറ്റിയിട്ട് അവർ പഠിച്ചതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ കണ്ടുവരുന്ന എർത്ത്ക്വേക്സിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ റീജിയൻസിനെ അവർ പൊതുവെ 5ആയിട്ട് തരംതിരിക്കാറുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് വെരി ഹൈ ഡാമേജ് റിസ്ക് സോൺ, രണ്ടാമത്തേതാണ് ഹൈ ഡാമേജ് റിസ്ക് സോൺ, മൂന്നാമത്തേതാണ് മോഡറേറ്റ് ഡാമേജ് റിസ്ക് സോൺ, നാലാമത്തേത് ലോ ഡാമേജ് റിസ്ക് സോൺ, അഞ്ചാമത്തേത് വെരി ലോ ഡാമേജ് റിസ്ക് സോൺ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ്? നാഷണൽ ജിയോഗ്രഫിക്കൽ ലബോറട്ടറി, ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മീറ്റീരിയോളജി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അതോടൊപ്പം തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തുടങ്ങിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ സംഭവിച്ചിട്ടുള്ള മേജറും മൈനറുമായിട്ടുള്ള 1200ഓളം എർത്ത്ക്വേക്സിനെ പറ്റിയിട്ട് പഠിച്ച ശേഷമാണ് ഇന്ത്യയിലുള്ള പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന 5 ടൈപ്പ് എർത്ത്ക്വേക്സിനെ അവർ ലിസ്റ്റ് ചെയ്തത്. ആ 5 ടൈപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഒന്ന് മെൻഷൻ ചെയ്തത്. അത് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെരി ഹൈ ഡാമേജ് റിസ്ക് സോൺ, രണ്ടാമത്തേത് ഹൈ ഡാമേജ് റിസ്ക് സോൺ, മൂന്നാമത്തേത് മോഡറേറ്റ് ഡാമേജ് റിസ്ക് സോൺ, നാലാമത്തേത് ലോ ഡാമേജ് റിസ്ക് സോൺ, അഞ്ചാമത്തേതെന്ന് പറയുന്നത് വെരി ലോ ഡാമേജ് റിസ്ക് സോൺ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രാവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 5 കാറ്റഗറീസ് ആയിട്ട് എന്തിനെ തിരിച്ചിരിക്കുന്നത്? ഇന്ത്യയിൽ കണ്ടുവരുന്ന എർത്ത്ക്വേക്സിനെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു എർത്ത്ക്വേക്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഷ്യോ എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ അനന്തരഫലം എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തിനൊക്കെയാണ് നാശനഷ്ടങ്ങൾ ഉണ്ടാവുക? ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സിനും അതോടൊപ്പം തന്നെ ഇൻഫ്രാസ്ട്രക്ചറിനും ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള സർവീസസിനും എന്ത് സംഭവിക്കുന്നുണ്ട്? ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നുണ്ട്, അഥവാ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ സോഷ്യോ എൻവയോൺമെൻറ്റൽ കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അതോടൊപ്പം ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഡിസ്ട്രക്ഷൻസ് എന്ത് കൊണ്ടുവരുന്നുണ്ട്? എർത്ത്ക്വേക്സിൻ്റെ ഒക്കറൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ഇഫക്റ്റ് വരുന്നത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ എർത്ത്ക്വേക്സ് ഗ്രൗണ്ടിലാണ് അതിൻ്റെ ആ ഒരു ഇഫക്റ്റ് വരുന്നത് എങ്കിൽ അത് എന്തിലേക്ക് നയിക്കും? ലാൻഡ് സ്ലൈഡിലേക്ക് നയിക്കും. അപ്പോൾ എർത്ത്ക്വേക്സ് ഗ്രൗണ്ടിലാണ് സംഭവിക്കുന്നത് എങ്കിൽ അത് ഇവിടെ എന്തിലേക്കാണ് നയിക്കുന്നത്? അത് ലാൻഡ് സ്ലൈഡിലേക്ക് നയിക്കും. ഇനി എർത്ത്ക്വേക്സ് മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സിലാണ് സംഭവിക്കുന്നതെങ്കിൽ അത് എന്തിന് കാരണമായി തീരും? അത് മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ സെറ്റിൽമെൻറ്റോ ഇൻഫ്രാസ്ട്രക്ചറോ പോലുള്ള അത്തരം സ്ട്രക്ചേഴ്സിലാണെങ്കിൽ ക്രാക്കും അതോടൊപ്പം കൊളാപ്സ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി അടുത്തത് വാട്ടറിലാണ് ഈ ഒരു എർത്ത്ക്വേക്കിൻ്റെ ആ ഒരു ഇഫക്റ്റ് വരുന്നത് എങ്കിൽ അത് എന്തിലേക്ക് നയിക്കും? സുനാമി ഉണ്ടാകുന്നതിന് കാരണമായി തീരും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്
എർത്ത്ക്വേക്സ് അതിൻ്റെ ഇഫക്റ്റുകളെ പറ്റിയിട്ടാണ് പറഞ്ഞു വന്നത്. 3 തരത്തിലുള്ള പ്ലാറ്റ്ഫോംസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഏതൊക്കെയായിരുന്നു? ഓൺ ഗ്രൗണ്ട്, ഓൺ മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ്, അതോടൊപ്പം തന്നെ ഓൺ വാട്ടർ. ആദ്യം പറഞ്ഞത് ഓൺ ഗ്രൗണ്ട് ആണ്. ഓൺ ഗ്രൗണ്ടിലുള്ള ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളമാണെന്ന് നോക്കിയപ്പോൾ നമ്മൾ മനസ്സിലാക്കി. ഓൺ ഗ്രൗണ്ട് ആണെങ്കിൽ അതെന്തിലേക്ക് നയിക്കും? ലാൻഡ് സ്ലൈഡിലേക്ക് നയിക്കും. ഓൺ മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സ് ആണെങ്കിൽ അതെന്തിലേക്ക് നയിക്കും? ആ മാൻമെയ്ഡ് സ്ട്രക്ചേഴ്സിൽ ക്രാക്കോ കൊളാപ്സ് ചെയ്യുന്നതിനോ മറ്റ് അത് കാരണമായി തീരും. ഓൺ വാട്ടർ ആണെങ്കിൽ അതെന്തിലേക്ക് കാരണമായി തീരും? സുനാമി ഉണ്ടാകുന്നതിനുള്ളൊരു കാരണമായി തീരും. ഇനി ഇതിനുള്ളൊരു റെമഡി എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ, എർത്ത്ക്വേക്ക് എന്ന് പറയുന്നതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരിക്കലും സോൾവ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അതൊരു നാച്ചുറൽ ഒക്കറൻസ് ആണ്. എന്നാൽ ഇതിനെ നമുക്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ, എസ്റ്റാബ്ലിഷിംഗ് എർത്ത്ക്വേക്ക് മോണിറ്ററിംഗ് സെൻറ്റേഴ്സ്. അപ്പോൾ എർത്ത്ക്വേക്ക് മോണിറ്ററിംഗ് സെൻറ്റേഴ്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ഇത്തരത്തിൽ എർത്ത്ക്വേക്ക് ഉണ്ടാകാൻ ഇടയുള്ള അവസരങ്ങളെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിൽ നിന്നും അല്പം കരകയറുവാനായിട്ട് കഴിയും, മുൻകൂട്ടി അറിയാൻ സാധിച്ചാൽ. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട റെമഡിയൽ മെഷർ എന്ന് പറയുന്നത് പ്രിപ്പയർ ദി വൾനറബിലിറ്റി മാപ്പ് ഓഫ് ദി കൺട്രി. അതായത് രാജ്യത്തിൻ്റെ ഇത്തരത്തിൽ എർത്ത്ക്വേക്സിന് പ്രോൺ ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്തിട്ട് ആ ഏരിയാസ് വൾനറബിൾ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുകയും ആ ഏരിയാസിനെ സ്പോട്ട് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇത്തരത്തിൽ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള ജനങ്ങളെയെല്ലാം മാറ്റിപ്പാർപ്പിക്കുന്നതിനും നാശനഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും നമുക്ക് കാരണമായി തീരും. അടുത്തൊരു പ്രധാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് മോഡിഫൈയിങ് ദി ഹൗസ് ടൈപ്സ് ആൻഡ് ബിൽഡിംഗ് ഡിസൈൻസ് എന്നുള്ളതാണ്. അതായത് എർത്ത്ക്വേക്സ് ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന സെറ്റിൽമെൻറ്റ്സോ അല്ലെങ്കിൽ ബിൽഡിങ്സ്, ഇതിൻ്റെയൊക്കെ സാധാരണയുള്ള ആ ഒരു ബിൽഡിംഗ് പാറ്റേൺ മാറിയിട്ട് എർത്ത്ക്വേക്ക് സംഭവിക്കുകയാണെങ്കിൽ പോലും ഭീമമായിട്ടുള്ള നാശനഷ്ടങ്ങൾ വരാത്ത രീതിയിലുള്ള കെട്ടിടങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കെട്ടിട മാതൃക അവലംബിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം മിറ്റിഗേഷൻസുമാണ് നമുക്ക് ഏത് ഡിസാസ്റ്ററിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ചെയ്യാൻ സാധിക്കുക, എർത്ത്ക്വേക്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക. നമ്മളിനി അടുത്തതായിട്ട് പറയാൻ പോകുന്ന നാച്ചുറൽ ഡിസാസ്റ്ററാണ് സുനാമീസ്. സുനാമീസ് എന്ന് പറയുന്നത് എർത്ത്ക്വേക്സോ അല്ലെങ്കിൽ വോൾക്കാനിക് എറപ്ഷൻ്റെയോ ഭാഗമായിട്ട് സീ ഫ്ലോറിൽ ഉണ്ടാകുന്ന അവിടെ മൂവ്മെൻറ്റ്സ് ആണ് എന്തിലേക്ക് മാറുക? ഓഷ്യൻ വാട്ടർ സഡനായിട്ട് ഡിസ്പ്ലേസ് ചെയ്യുകയും ഇത് ഹൈ വെർട്ടിക്കൽ വേവ്സ് ഉണ്ടാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നത്. അപ്പോൾ സുനാമി എന്ന് പറയുന്നത് എന്താണ്? വോൾക്കാനിക് എറപ്ഷനോ എർത്ത്ക്വേക്കോ സീ ഫ്ലോറിൽ സംഭവിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സഡൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വാട്ടർ സംഭവിക്കുന്നു. ഇത്തരത്തിൽ സഡൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഓഷ്യൻ വാട്ടർ സംഭവിക്കുമ്പോൾ അവിടെ ഹൈ വെർട്ടിക്കൽ വേവ്സ് ഉണ്ടാവുകയും ഈ ഹൈ വെർട്ടിക്കൽ വേവ്സ് ആണ് എന്തായി മാറുകയും ചെയ്യുന്നത്? സുനാമി അഥവാ സീസ്മിക് സീ വേവ്സ് ആയിട്ട് മാറുന്നത്. ഇപ്പോൾ സുനാമിയുടെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? സീസ്മിക് സീ വേവ്സ് എന്ന് പറയുന്നത്. സുനാമിയുടെ മറ്റൊരു പേരെന്താണ്? സീസ്മിക് സീ വേവ്സ്. അപ്പോൾ ഈ സീസ്മിക് സീ വേവ്സ് എങ്ങനെയാണ് ഉണ്ടായി വരുന്നതെന്ന് വെച്ചാൽ, സീ ഫ്ലോറിൽ എന്ത് സംഭവിക്കുകയാണ്? അവിടെ ഒരു എർത്ത്ക്വേക്കോ വോൾക്കാനിക് എറപ്ഷനോ സംഭവിക്കുകയാണ് എങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ഓഷ്യൻ വാട്ടറിൻ്റെ സഡൻ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിക്കും. ഇത്തരത്തിൽ ഓഷ്യൻ വാട്ടറിൻ്റെ സഡൻ ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചാൽ അവിടെ ഹൈ വെർട്ടിക്കൽ വേവ്സ് ഫോം ചെയ്യപ്പെടും. ഈ ഹൈ വെർട്ടിക്കൽ വേവ്സ് ആണ് എന്തായി മാറുന്നത്? സുനാമി അഥവാ സീസ്മിക് സീ വേവ്സ് ആയിട്ട് മാറുന്നത്. നമ്മുടെ സുനാമിയുടെ ഈ ഒരു സ്പീഡ് ഓഫ് വേവ്സ് നമ്മൾ നോക്കുന്നത് പ്രധാനമായിട്ടും ഈ വാട്ടറിൻ്റെ ഡെപ്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഡെപ്ത് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് ഇതിൻ്റെ വേവിൻ്റെ സ്പീഡും എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നതാണ് എന്തിൻ്റെ സ്പീഡിനെ നിശ്ചയിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. ഈ വേവ്സിൻ്റെ സ്പീഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെപ്ത് ആണ്. ഇതിൻ്റെ മെയിനായിട്ട് സ്പീഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും എപ്പോഴാണ് ശക്തി പ്രാപിക്കുന്നതെന്ന് വെച്ചാൽ, തീരങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു വെർട്ടിക്കലായിട്ടുള്ള ഈ ഒരു വേവ്സ് വളരെ സ്ട്രോങ് ആയി മാറുന്നത്. അപ്പോൾ ഇത് സീയിൽ ഉണ്ടായിരിക്കുന്ന സമയത്തല്ല, പകരം സീയിൽ നിന്നും ഇത് വേവായിട്ട് കോസ്റ്റൽ ഏരിയയിലേക്ക് വരുന്ന ആ ഒരു സമയത്താണ് ഇതെന്തായിട്ട് മാറുന്നത്? വളരെ പവർഫുള്ളും വളരെ സ്ട്രെങ്തുമുള്ള ഒരു വേവായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പ്രധാനമായിട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് പോർട്ട് സിറ്റീസിലും ടൗൺസിലുമാണ്. അതായത് തുറമുഖങ്ങൾ ഉള്ള നഗരങ്ങളിലും അതോടൊപ്പം തന്നെ തുറമുഖ പ്രദേശങ്ങളിലുമാണ് പ്രധാനമായിട്ടും സുനാമി എന്ത് ചെയ്യുന്നത്? നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നത്. ഇന്ത്യയിൽ ഇത് കണക്ക് ഒരു വലിയൊരു സുനാമി സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ 2004 ഡിസംബറിൽ ഇത്തരത്തിലൊരു വലിയൊരു സുനാമി സംഭവിച്ചു. അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഇന്ത്യ എന്തിൽ ജോയിൻ ചെയ്യുന്നത്? സുനാമി വാർണിംഗ് സിസ്റ്റത്തിൽ ഇന്ത്യ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സുനാമി വാർണിംഗ് സിസ്റ്റത്തിൽ ഇന്ത്യ ജോയിൻ ചെയ്യുന്നതിന് കാരണമായി തീർന്നത് എന്തായിരുന്നു? ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന 2004 ഡിസംബറിലുണ്ടായ ആ ഒരു സുനാമി ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ആ ഒരു സുനാമി ഡിസാസ്റ്ററിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ്
ഇന്ത്യ എന്തിൻ്റെ ഭാഗമായി തീരുന്നത്? സുനാമി വാർണിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായി തീരുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്ന നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് ട്രോപ്പിക്കൽ സൈക്ലോൺ. ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുമ്പോൾ അതൊരു ഹീറ്റ് എഞ്ചിനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഹീറ്റ് എഞ്ചിൻ എങ്ങനെയാണ് എമർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലേറ്റൻ്റ് ഹീറ്റ് റിലീസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതൊരു ഹീറ്റ് എഞ്ചിനായിട്ട് മാറുന്നത്. അപ്പോൾ മോയ്സ്ചറിൻ്റെ ആ ഒരു കണ്ടൻസേഷൻ സംഭവിക്കുമ്പോൾ മോയ്സ്ചർ കണ്ടൻസ് ചെയ്യുമ്പോഴേക്കും അവിടെ ലേറ്റൻ്റ് ഹീറ്റ് ഉണ്ടായി വരികയും ഇതിൻ്റെ ഫലമായിട്ട് ഒരു ഹീറ്റ് എഞ്ചിനായി മാറുകയുമാണ് എന്ത് ചെയ്യുന്നത്? ട്രോപ്പിക്കൽ സൈക്ലോൺ ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണക്കാരമായിട്ട് തീരുന്നത് എന്താണ്? കണ്ടൻസേഷൻ ഓഫ് മോയ്സ്ചർ ആണ്. മോയ്സ്ചർ കണ്ടൻസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ലേറ്റൻ്റ് ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുകയും അതിനുകൊണ്ട് തന്നെ ഒരു ഹീറ്റ് എഞ്ചിനായിട്ട് എന്ത് മാറുകയും ചെയ്യുന്നു? ട്രോപ്പിക്കൽ സൈക്ലോണുകൾ മാറുകയും ചെയ്യുന്നു. അപ്പോൾ എന്ത് പറ്റുന്നു? മോയ്സ്ചർ കണ്ടൻസ് ചെയ്യുന്നു, അവിടെ ലേറ്റൻ്റ് ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുന്നു. ലേറ്റൻ്റ് ഹീറ്റ് റിലീസ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ഹീറ്റ് എഞ്ചിനായിട്ട് ആര് ആക്ട് ചെയ്യുന്നു? ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഹീറ്റ് എഞ്ചിനായിട്ട് മാറുന്നത് കൊണ്ട് തന്നെ ഈ വിൻഡ്സ് പിന്നീട് ഓഷ്യനിലേക്കും അതോടൊപ്പം സീ റേഞ്ചിലേക്കും കടന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓഷ്യൻ റേഞ്ചിലും സീ റേഞ്ചിലും എന്ത് നടക്കുന്നത്? ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് പറയുന്ന ഈ ഒരു പ്രതിഭാസം സംഭവിക്കുന്നത്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് കൂടുതൽ ഇൻറ്റൻസ് ആയിട്ടുള്ളത് ലോ പ്രഷർ ഏരിയകളിൽ ആണ്. അപ്പോൾ ലോ പ്രഷർ ഏരിയകളിലാണ് എന്ത് വളരെയധികം ഗ്രാവിറ്റിയോടുകൂടി കാണുവാൻ സാധിക്കുക. ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് കൂടുതൽ ഗ്രാവിറ്റിയോടുകൂടി കാണുവാനായിട്ട് സാധിക്കുക. കാരണം എന്താണ്? ഇത് ഹീറ്റ് എഞ്ചിനാണ്. പ്രഷർ കുറവുള്ള ഏരിയയിലായിരിക്കും ഇത് എന്ത് ചെയ്യുക? വളരെ ആക്റ്റീവായിട്ട് കാണപ്പെടുക. അത്തരത്തിൽ നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമുക്ക് ട്രോപ്പിക്കൽ സൈക്ലോൺ അതിൻ്റെ പേരിൽ തന്നെയുണ്ട്. അപ്പോൾ ട്രോപ്പിക്കൽ റീജിയൻ ആയിട്ടുള്ള 30 ഡിഗ്രി നോർത്ത് മുതൽ 30 ഡിഗ്രി സൗത്ത് വരെയുള്ള റീജിയനിലാണ് എന്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക? ലോ പ്രഷർ ബെൽറ്റിൽ നമുക്ക് വളരെ ആക്റ്റീവായിട്ട് ഈ ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ പ്രസൻസ് കാണുവാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് കൂടുതൽ ആക്റ്റീവായിട്ടുള്ള റേഞ്ച് എന്ന് പറയുന്നത് എത്രയാണ്? 30 ഡിഗ്രി നോർത്ത് മുതൽ 30 ഡിഗ്രി സൗത്ത് വരെയുള്ള റേഞ്ചിലാണ് എന്ത് വളരെ ആക്റ്റീവായി കാണുവാൻ സാധിക്കുക? ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിൻ്റെ ഒക്കറൻസ് വളരെ ഹൈ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുക. കാര്യം എന്താണ്? ഇവിടെ ലോ പ്രഷർ ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഹീറ്റ് എഞ്ചിന് വളരെ കാര്യമായ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇഫക്റ്റ് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാർജ് പ്രഷർ ഗ്രേഡിയൻറ്റ് ക്യാരക്ടേഴ്സ് ഏതിൽ കാണാൻ സാധിക്കും? ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിൽ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസിൽ നമുക്ക് എന്ത് കാണുവാനായിട്ട് സാധിക്കും? എന്ത് ക്യാരക്ടർ കാണാൻ സാധിക്കും? ലാർജ് പ്രഷർ ഗ്രേഡിയൻറ്റ് ക്യാരക്ടേഴ്സ് നമുക്ക് ഈ ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺസിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് വളരെയധികം വാമും അതോടൊപ്പം തന്നെ ലോ പ്രഷറും ക്ലൗഡ്ലെസ്സും ആയിരിക്കും. അപ്പോൾ ഈ ഒരു ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നത് എങ്ങനെയുള്ളവയാണ്? അത് വളരെ വാമാണ്, അതോടൊപ്പം തന്നെ ലോ പ്രഷർ ഏരിയയാണ്, അതോടൊപ്പം ക്ലൗഡ്ലെസ്സുമാണ്. അപ്പോൾ വാം അതോടൊപ്പം തന്നെ ക്ലൗഡ്ലെസ് ലോ പ്രഷർ ആയിട്ടുള്ളതാണ് എന്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്? ഈ ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ സെൻറ്റർ റീജിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഐ ഓഫ് ദി സ്റ്റോം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള റീജിയനാണ്? ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് വളരെ വാമും ലോ പ്രഷറും ക്ലൗഡ്ലെസ്സുമായിട്ടുള്ള ഏരിയയാണ് അല്ലെങ്കിൽ റീജിയനാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഐ ഓഫ് ദ സ്റ്റോം എന്ന പേരിലാണ് എന്തിനെ അറിയപ്പെടുക? ഈ സെൻറ്റർ ഓഫ് ദി സൈക്ലോണിനെ അറിയപ്പെടുക. സെൻറ്റർ ഓഫ് ദി സൈക്ലോണിനെ അറിയപ്പെടുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഐ ഓഫ് ദി സ്റ്റോം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കോസ്റ്റൽ ഏരിയയിലാണ് കൂടുതലായിട്ട് എന്ത് നാശനഷ്ടം വിതയ്ക്കുന്നത്? നമ്മൾ ഈ പറയുന്ന ട്രോപ്പിക്കൽ സൈക്ലോൺസ് കൂടുതൽ നാശനഷ്ടം വിതയ്ക്കുന്നത് ഏത് റീജിയനിലാണ്? കോസ്റ്റൽ ഏരിയകളിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു സീ കോസ്റ്റൽ റീജിയനിൽ എത്തുമ്പോഴാണ് കൂടുതലായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത്? ഈ ഹീറ്റ് എഞ്ചിൻ, അതായത് ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഫ്ലഡ്സിനെ പറ്റിയിട്ടാണ്. എന്താണ് ഫ്ലഡ് എന്ന് നോക്കുകയാണെങ്കിൽ വാട്ടർ ഇൻ ദി ഫോം ഓഫ് സർഫസ് റൺ ഓഫ് എക്സീഡ്സ് ദ ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് ദ റിവർ ചാനൽ ആൻഡ് സ്ട്രീംസ് ആൻഡ് ഫ്ലോസ് ഇൻ ടു ദ നെയ്ബറിംഗ് ലോ ലയിങ് ഫ്ലഡ് പ്ലാൻസ്. അതായത് ഒരു റിവറിൻ്റെ ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ സർഫസ് റൺ ഓഫ് വരികയും ഇതിൻ്റെ ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി എക്സീഡ് ചെയ്തിട്ട് ലോ ലയിങ് ആയിട്ടുള്ള ഏരിയയിലേക്ക് വാട്ടർ സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുന്നതാണ് എന്തിൽ സംഭവിക്കുന്നത്? ഫ്ലഡിൽ സംഭവിക്കുന്നത്. അതായത് ഒരു നദിക്ക് അതിൻ്റേതായിട്ടുള്ള ക്യാരിയിങ് കപ്പാസിറ്റി കാണും, അതായത് സ്ഥിരം ഒഴുകുന്ന ഒരു ഏരിയ കാണും. എന്നാൽ സർഫസ് റൺ ഓഫ് കൂടുകയാണ്, അതായത് അവിടേക്ക് വരുന്ന ജലത്തിൻ്റെ അളവ് ക്രമാതീതമായി കൂടുന്നു. അത് ഒന്നുകിൽ മഞ്ഞുരുകി ജലം വരുന്നതാകാം, അല്ലെങ്കിൽ ഹെവി ആയിട്ട് മഴ ലഭിക്കുന്നത് കൊണ്ടും ആകാം. ഇത്തരത്തിൽ സർഫസ് റൺ ഓഫ് കൂടി റിവറിൻ്റെ ആ ഒരു നോർമൽ ക്യാരിയിങ് കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ വെള്ളം അതിലേക്ക് വരുന്നു. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്?
നദി കരകവിഞ്ഞ് ഒഴുകുവാനായിട്ട് ആരംഭിക്കുകയും അതിന് സമീപമുള്ള ലോ ലയിങ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് ഒഴുകുകയും ചെയ്യും, നദി ഒഴുകുകയും ചെയ്യും. ആ സമയമാണ് എന്ത് സംഭവിക്കുക, ഈ ഫ്ലഡ് എന്ന് പറയുന്ന ഈ ഒരു ഒക്കറൻസ് സംഭവിക്കുക, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം സംഭവിക്കുക. നദിയുടെ അല്ലെങ്കിൽ അരുവിയുടെ അതിൻ്റെ ആ ഒരു നോർമൽ ക്യാരിയിങ് കപ്പാസിറ്റിയേക്കാൾ സർഫസ് റൺ ഓഫ് വരുമ്പോൾ ലോ ലയിങ് ആയിട്ടുള്ള താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം വരുന്നു. അങ്ങനെയാണ് എന്ത് സംഭവിക്കുന്നത്, ഫ്ലഡ് അഥവാ വെള്ളപ്പൊക്കം സംഭവിക്കുന്നത്. ഇതൊരു നാച്ചുറൽ ഒക്കറൻസ് മാത്രമാണോ എന്ന് ചോദിച്ചാൽ നാച്ചുറലി സംഭവിക്കാറുണ്ട്. നാച്ചുറലി സംഭവിക്കുന്നത് ഇപ്പോൾ ഹിമാലയൻ റിവേഴ്സ് ആണ് എങ്കിൽ മഞ്ഞുരുകി അവിടേക്ക് വെള്ളം കൂടുമ്പോൾ വേനൽക്കാലങ്ങളിൽ ഹിമാലയൻ റിവേഴ്സിന് സമീപമുള്ള പ്രദേശങ്ങളിലൊക്കെ വർഷാവർഷം എന്ത് സംഭവിക്കാറുണ്ട്, ഇത്തരത്തിൽ വെള്ളപ്പൊക്കം സംഭവിക്കാറുണ്ട്. എന്നാൽ നാച്ചുറലായിട്ട് മാത്രമല്ല, മാൻമെയ്ഡ് ആയിട്ടുള്ള കാരണങ്ങളും എന്തിനു പിന്നിൽ കാണാൻ സാധിക്കും. ഈ വെള്ളപ്പൊക്കത്തിൻ്റെ ഈ ഒരു രൂക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകുന്നതിലേക്ക് കാരണമായി തീരാറുണ്ട്. ഏതൊക്കെ മാൻമെയ്ഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സ് ആണ് ഇതിന് കാരണമായി തീരുന്നത്, അല്ലെങ്കിൽ മാൻമെയ്ഡ് ആക്ടിവിറ്റീസ് ആണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഫ്ലഡിൻ്റെ ഒക്കറൻസിനെ കൂടുതൽ ഗ്രാവിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് നോക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാകാം. ഡീഫോറസ്റ്റേഷൻ, അതോടൊപ്പം തന്നെ അൺസയൻറ്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, നാച്ചുറൽ ഡ്രെയിനേജ് ചാനൽസ്, അതോടൊപ്പം തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലഡ് പ്ലെയിൻസ്, റിവർ ബെഡ്സ്, ഇതെല്ലാം എന്തിലേക്ക് കാരണമായി തീരാറുണ്ട്, ഫ്ലഡ്സിൻ്റെ ഒക്കറൻസിലേക്ക് കാരണമായി തീരാറുണ്ട്. അതായത് ഡിഫോറസ്റ്റേഷൻ, വനം വെട്ടി വെളിവാക്കുന്നത്, അതോടൊപ്പം തന്നെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, അശാസ്ത്രീയമായിട്ടുള്ള കാർഷിക പരിപാടികൾ നമ്മൾ ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ ഡ്രെയിനേജ് ചാനൽസ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്, അതോടൊപ്പം റിവർ ബെഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഇതെല്ലാം എന്തിലേക്ക് വഴിവെക്കാറുണ്ട്, ഫ്ലഡിൻ്റെ ഒക്കറൻസിലേക്ക് വഴിവെക്കാറുണ്ട്. അത് ഫ്ലഡ് ഉണ്ടാകാനുള്ള കാരണമെന്നല്ല, ഫ്ലഡ് ഉണ്ടായി വരികയാണ് എങ്കിൽ അത് വളരെ രൂക്ഷമാകുന്നതിന് ഇത്തരം കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഇത്തരം ആക്ടിവിറ്റീസ് കാരണമായി തീരാറുണ്ട്. ഫ്ലഡിൻ്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് അല്ലെങ്കിൽ ഇതിൻ്റെ അനന്തര ഫലങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ക്രോപ്പ് ഫെയിലർ ഉണ്ടാകാറുണ്ട്, അതായത് വിളകൾ നശിച്ചു പോകാറുണ്ട്. സ്പ്രെഡ് ഓഫ് ഡിസീസസ് ഉണ്ടാകാറുണ്ട്. ഡിസീസസ് എന്ന് പറയുമ്പോൾ വാട്ടർ ബോൺ ഡിസീസസ് ഉണ്ടാകാറുണ്ട്. വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറഞ്ഞാൽ ജലജന്യമായിട്ടുള്ള രോഗങ്ങൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ കോളറ, ഗ്യാസ്ട്രോ എൻറ്ററിറ്റിസ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള വാട്ടർ ബോൺ ഡിസീസസിന് എന്ത് കാരണമായി തീരാറുണ്ട്, ഫ്ലഡിൻ്റെ ഒക്കറൻസ് കാരണമായി തീരാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൽ പറയുന്ന പോലെ ഡാമേജ് ടു ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്, നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. ബ്രിഡ്ജസ് കൊളാപ്സ് ചെയ്യാറുണ്ട്, അതോടൊപ്പം തന്നെ റോഡ് വേസ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെല്ലാം ഡാമേജ് സംഭവിക്കുന്നതിനും ഫ്ലഡ് കാരണമാകുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള കോൺസിക്വൻസസ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ക്രോപ്പ് ഫെയിലിയർ, വാട്ടർ ബോൺ ഡിസീസസ്, അതുപോലെ ഡിസ്ട്രക്ഷൻ ടു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇനി എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഒരു സോൾവ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ഫ്ലഡ് ഒക്കർ ചെയ്താൽ തന്നെ അതിൻ്റെ ആ ഒരു ഗ്രാവിറ്റിയെ കുറയ്ക്കുവാൻ സാധിക്കുക എന്ന് നോക്കുകയാണ് എങ്കിൽ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ, അതോടൊപ്പം തന്നെ അഫോറസ്റ്റേഷൻ, വനവൽക്കരണം, ഡാമിൻ്റെ നിർമ്മാണം, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഫ്ലഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയയിൽ ഉള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനെ ഡിസ്കറേജ് ചെയ്യൽ, അതായത് നിരുത്സാഹപ്പെടുത്തൽ. ഇപ്പോൾ വെള്ളപ്പൊക്ക ബാധിതം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ഇടയുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നിരുത്സാഹപ്പെടുത്താനായിട്ട് പറ്റും. ലീഗൽ കൺട്രോൾ കൊണ്ടുവന്നാൽ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം വനവൽക്കരണം നടത്തുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഡാമുകൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഫ്ലഡിനെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ചെറുത്ത് നിൽക്കുവാനായിട്ട് സാധിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നാച്ചുറൽ കലാമിറ്റിയാണ് ഡ്രോട്ട്സ് അഥവാ വരൾച്ച. അപ്പോൾ ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ there is shortage of water availability due to inadequate precipitation and excessive evaporation. അതായത് അവിടെ ലഭിക്കുന്ന മഴയുടെ അളവ് വളരെ കുറവും എന്നാൽ അവിടെ ഉണ്ടാകുന്ന ബാഷ്പീകരണം വളരെ കൂടുതലും ആയതുകൊണ്ട് തന്നെ അവിടെ ലഭ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്താണ്? പ്രസിപ്പിറ്റേഷൻ അഥവാ മഴ കുറവ്, ഇവാപറേഷൻ അഥവാ ബാഷ്പീകരണം കൂടുതൽ. അപ്പോൾ മഴ കുറവും ബാഷ്പീകരണം കൂടുതലുമാകുമ്പോഴേക്കും അവിടെ ലഭ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ അളവ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. ഇതാണ് എന്തിന് കാരണമായി തീരുന്നത്? ഡ്രൗട്ട് അഥവാ വരൾച്ചയ്ക്ക് കാരണമായി തീരുന്നത്. ഡ്രൗട്ട് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു പല ടൈപ്പ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മീറ്റീരിയോളജിക്കൽ ഡ്രൗട്ട്സ് ഉണ്ട്, അതോടൊപ്പം അഗ്രികൾച്ചറൽ ഡ്രൗട്ട് ഉണ്ട്, ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇക്കോളജിക്കൽ ഡ്രൗട്ട് ഉണ്ട്. അപ്പോൾ ഡ്രൗട്ട് എത്ര തരത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക? മീറ്റീരിയോളജിക്കൽ ഡ്രൗട്ട് ഉണ്ട്, അഗ്രികൾച്ചറൽ ഡ്രൗട്ട് ഉണ്ട്, ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട് ഉണ്ട്, അതോടൊപ്പം തന്നെ ഇക്കോളജിക്കൽ ഡ്രൗട്ട് ഉണ്ട്. മീറ്റീരിയോളജിക്കൽ ഡ്രൗട്ട് എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് പീരിയഡ് ഓഫ് ഇനാഡിക്വേറ്റ് റെയിൻഫോൾ, ഇറ്റ്സ് മാർക്ഡ് വിത്ത് മാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി റെയിൻഫോൾ അറ്റ് ദി സെയിം ടൈം ആൻഡ് സ്പേസ്.
അതായത് സെയിം ടൈമിലും സെയിം സ്പേസിലും ഇനാഡിക്വേറ്റ് റെയിൻഫോളും അതോടൊപ്പം തന്നെ മാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോളുമാണ് ലഭിക്കുന്നതെങ്കിൽ ആ ഡ്രൗട്ടിനെ നമുക്ക് എന്തെന്ന് പറയാം? മീറ്റീരിയോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയാം. അപ്പോൾ മീറ്റീരിയോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഡ്രൗട്ടാണ്? ഒരു സെയിം പീരീഡിൽ സെയിം സ്പേസിൽ ഇനാഡിക്വേറ്റ് ആയിട്ടുള്ള റെയിൻഫോളും മാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റെയിൻഫോളും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ഡ്രൗട്ടിനെ എന്തെന്ന് പറയും? മീറ്റീരിയോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയും. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് അഗ്രികൾച്ചറൽ ഡ്രൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അഗ്രികൾച്ചറൽ ഡ്രൗട്ട് എങ്ങനെയുള്ള ഡ്രൗട്ടാണ്? അഗ്രികൾച്ചറൽ ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ അവിടെ ലോ സോയിൽ മോയ്സ്ചർ നെസസറി ടു സപ്പോർട്ട് ദി ക്രോപ്സ്, അതായത് വിളകളുടെ വളർച്ചയ്ക്ക് നമുക്ക് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലുള്ള ലോ സോയിൽ മോയ്സ്ചർ ആണ് എങ്കിൽ നമുക്കതിന് എന്തെന്ന് പറയാം? അഗ്രികൾച്ചറൽ ഡ്രൗട്ട് ആണെന്ന് പറയാം. അതായത് വിളകൾ വളരാൻ പാകത്തിലുള്ള മോയ്സ്ചർ എവിടെയില്ല, ആ പ്രദേശത്ത് ഇല്ല എങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഡ്രൗട്ടിനെ എന്തെന്ന് പറയാം? അഗ്രികൾച്ചറൽ ഡ്രൗട്ട് എന്ന് പറയാം. നമ്മൾ ആദ്യം പഠിച്ചു മീറ്റീരിയോളജിക്കൽ ഡ്രൗട്ട്, രണ്ടാമത് പഠിച്ചു അഗ്രികൾച്ചറൽ ഡ്രൗട്ട്. നമ്മളിനി അടുത്തതായിട്ട് പറയാൻ പോകുന്നു ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട്. ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ഇൻ ഡിഫറെൻറ്റ് സ്റ്റോറേജസ് fall below what precipitation can replenish, അതായത് അവിടെ ലഭ്യമായിട്ടുള്ള നിരവധി സ്രോതസ്സുകളിൽ നിന്നും ഉള്ള ജലമെന്ന് പറയുന്നത് ഒരിക്കലും മഴ കൊണ്ട് ലഭിക്കുന്നത് അല്ലെങ്കിൽ മഴ കൊണ്ട് റീപ്ലനിഷ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കുറഞ്ഞ അളവിലാണ് എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ടാണ് എന്ന് പറയാം. അതായത് അവൈലബിൾ ആയിട്ടുള്ള വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭ്യമായിട്ടുള്ള ജലമെന്ന് പറയുന്നത് മഴകളിൽ നിന്നും ലഭിച്ചാലും റീപ്ലനിഷ് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാളും കുറഞ്ഞ അളവിലാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഡ്രൗട്ടിനെ എന്തെന്ന് പറയാം? ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയാം. ഇനി അടുത്ത ഡ്രൗട്ട് ടൈപ്പാണ് ഇക്കോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയുന്നത്. ഇക്കോളജിക്കൽ ഡ്രൗട്ട് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും അവിടെ നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിന് പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാൻ സാധിക്കുന്നതിനേക്കാൾ കുറഞ്ഞ അളവിലുള്ള വാട്ടറാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ ഷോർട്ടേജ് എന്ന് പറയുന്നത് നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിന് പ്രൊഡക്ടിവിറ്റി കൈവരിക്കാൻ സാധിക്കുന്നതിനേക്കാൾ കുറവാണ് എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഇക്കോളജിക്കൽ ഡ്രൗട്ടാണ് അവിടെ ഉള്ളത് എന്ന് പറയുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഡ്രൗട്ടിനെ എത്രയായിട്ടാണ് തരംതിരിച്ചത്? നമ്മൾ ഡ്രൗട്ടിൻ്റെ ക്യാരക്ടറിൻ്റെ ബേസിൽ 4 ആയിട്ട് തരംതിരിച്ചു. ഏതൊക്കെയായിട്ടായിരുന്നു? മീറ്റീരിയോളജിക്കൽ ഡ്രൗട്ടുണ്ട്, അഗ്രികൾച്ചറൽ ഡ്രൗട്ടുണ്ട്, ഹൈഡ്രോളജിക്കൽ ഡ്രൗട്ടുണ്ട്, അതോടൊപ്പം തന്നെ ഇക്കോളജിക്കൽ ഡ്രൗട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിൽ കണ്ടുവരുന്ന ഡ്രൗട്ട് ടൈപ്പുകളെ പ്രധാനമായും നമുക്ക് 3 ആയിട്ട് പറയാം. ഒന്നെന്ന് പറയുന്നത് എക്സ്ട്രീം ഡ്രൗട്ട് എഫക്റ്റ് ഏരിയ, 2 സിവിയർ ഡ്രൗട്ട് ഔട്ട് ഏരിയ, അതോടൊപ്പം തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള ഡ്രൗട്ട് എഫക്റ്റ് ഏരിയ. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്? എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രോട്ട് അഫക്റ്റഡ് ഏരിയ. എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രോട്ട് ഔട്ട് ഏരിയ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രാജസ്ഥാനാണ്. ഏതെന്ന് പറയുന്നത്? എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രോട്ട് അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്. സിവിയർ ആയിട്ടുള്ള ഡ്രോട്ട് അഫക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് രാജസ്ഥാൻ്റെ ഭാഗങ്ങളോടൊപ്പം തന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളാണ് സിവിയർ ആയിട്ടുള്ള ഡ്രോട്ട് അഫക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത്. മോഡറേറ്റ് ആയിട്ടുള്ള ഡ്രോട്ട് അഫക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത് രാജസ്ഥാൻ്റെ ഭാഗങ്ങളോടൊപ്പം തന്നെ ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ പ്രദേശങ്ങളും കൂടിയാണ് ഏതിൽ വരിക? മോഡറേറ്റ് ആയിട്ടുള്ള ഡ്രോട്ട് അഫക്റ്റഡ് ഏരിയാസിൽ വരിക. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഡ്രോട്ടിൻ്റെ ഒക്കറൻസ് അനുസരിച്ചിട്ട് നമ്മൾ 3 ആയിട്ട് പ്രധാനമായി തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? എക്സ്ട്രീം ആയിട്ടുള്ള ഡ്രോട്ട് അഫക്റ്റഡ് ഏരിയ ഉണ്ട്, സിവിയർ ആയിട്ട് ഡ്രോട്ട് അഫക്റ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, അതോടൊപ്പം തന്നെ മോഡറേറ്റ് ആയിട്ട് ഡ്രോട്ട് അഫക്റ്റ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്. ഇതിലെ എക്സ്ട്രീം ആയിട്ട് ഡ്രോട്ട് അഫക്റ്റ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. സിവിയർ ആയിട്ട് ഡ്രോട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. അതോടൊപ്പം തന്നെ മോഡറേറ്റ് ആയിട്ട് ഡ്രൗട്ട് അഫക്റ്റ് ചെയ്യുന്നത് രാജസ്ഥാനിലും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ്, ഹരിയാന സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങളിലും മോഡറേറ്റ് ആയിട്ടാണ് എന്ത് അനുഭവപ്പെടുക? ഡ്രൗട്ട് അനുഭവപ്പെടുക. ഇനി ഈ ഡ്രൗട്ടിൻ്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് അഥവാ അനന്തരഫലങ്ങൾ നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ക്രോപ്പ് ഫെയിലിയർ, എന്തായാലും കൃഷിനാശം എന്ന് പറയുന്നത് ജലലഭ്യത ഇല്ല എങ്കിൽ കൃഷിനാശം സംഭവിക്കും. അതോടൊപ്പം തന്നെ വാട്ടർ ബോൺ ഡിസീസസും സംഭവിക്കും. ഇപ്പോൾ ജലജന്യം രോഗങ്ങൾ എന്ന് പറയുന്നത് ജലത്തിൻ്റെ അളവ് വളരെ കുറവാണെങ്കിലും ഇത്തരത്തിലുള്ള രോഗങ്ങൾ സംഭവിക്കാൻ ഇടയുണ്ട്. ഇത്തരത്തിലുള്ള വാട്ടർ ബോൺ ഡിസീസസും ക്രോപ്പ് ഫെയിലിയേഴ്സും എന്തിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയാം? ഡ്രൗട്ടിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള മിറ്റിഗേഷൻ അഥവാ റെമഡീസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ ജലത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ ലഭ്യമായിട്ടുള്ള ജലം നമ്മൾ സംഭരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഡ്രൗട്ടിനെ ചെറുക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ്. ഏതെന്ന് പറയുന്നത്? റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. അതോടൊപ്പം തന്നെ ഇൻ്റർലിങ്കിങ് ഓഫ് റിവേഴ്സ് പരസ്പരം കണക്ട് ചെയ്തിട്ട് നമുക്ക് ജലം ഇല്ലാത്ത പ്രദേശങ്ങളിലേക്ക് കനാൽ വഴി കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് ഈ ഒരു ഡ്രൗട്ടിനെ ചെറുക്കാനുള്ള ഒരു മാർഗമായിട്ട് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ റിസർവോയർ ഡാമിൻ്റെ കൺസ്ട്രക്ഷനും നമുക്ക് ഇത്തരത്തിൽ ഡ്രൗട്ടിനെ ചെറുക്കുവാനായിട്ട് കൊണ്ടുവരാവുന്നതാണ്.
അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഡ്രൗട്ടിനെ ചെറുക്കുവാനായിട്ട് സാധിക്കുക? റിസർവോയർ ഡാം, അതോടൊപ്പം തന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്, അതോടൊപ്പം ഇന്റർലിങ്കിങ് ഓഫ് റിവർ തുടങ്ങിയവ നമുക്ക് ഇത്തരത്തിലുള്ള ഡ്രൗട്ടിനെ ചെറുക്കാനായിട്ട് കൊണ്ടുവരാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്ന നാച്ചുറൽ കലാമിറ്റി അഥവാ നാച്ചുറൽ ഡിസാസ്റ്റർ ആണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ് സ്ലൈഡ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റാപ്പിഡ് സ്ലൈഡിങ് ഓഫ് ലാർജ് മാസ് ഓഫ് ബെഡ് റോക്ക്. അപ്പോൾ ബെഡ് റോക്കിന്റെ ലാർജ് സ്ലൈഡിങ് അല്ലെങ്കിൽ റാപ്പിഡ് സ്ലൈഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലാൻഡ് സ്ലൈഡ് എന്ന് പറയുക. അപ്പോൾ എന്താണ്? ലാർജ് മാസ് ഓഫ് ബെഡ് റോക്കിന്റെ റാപ്പിഡ് ആയിട്ടുള്ള സ്ലൈഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ലാൻഡ് സ്ലൈഡ് എന്ന് പറയുക. മറ്റ് നാച്ചുറൽ കലാമിറ്റിയിൽ നിന്നും ലാൻഡ് സ്ലൈഡിനുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് സഡൻ ആൻഡ് അൺപ്രഡിക്റ്റബിൾ ഒക്കറൻസ് ഡ്യൂ ടു ദ മാക്രോ ആൻഡ് റീജിയണൽ ഫാക്ടേഴ്സ്. അപ്പോൾ മാക്രോ റീജിയണൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് ഉണ്ടാകുന്ന വളരെ സഡനും അൺപ്രഡിക്റ്റബിളുമായിട്ടുള്ള ഒക്കറൻസ് ആണ് ഏതിനുള്ളത്? ലാൻഡ് സ്ലൈഡിന് ഉള്ളത്. അപ്പോൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ലാർജ് മാസ് ഓഫ് ബെഡ് റോക്കിൻ്റെ റാപ്പിഡ് സ്ലൈഡിംഗ് ആണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഈ ലാൻഡ് സ്ലൈഡിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും മാക്രോ അഥവാ റീജിയണൽ ഫാക്ടേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് കൊണ്ട് വളരെ സഡനും അൺപ്രഡിക്റ്റബിളുമായിട്ടാണ് എന്ത് സംഭവിക്കുക? ലാൻഡ് സ്ലൈഡ് സംഭവിക്കുക. അപ്പോൾ ഈ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ ഒക്കറൻസിന് നമ്മൾ പ്രധാനമായിട്ട് മൂന്നായി തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ വെരി ഹൈ വൾണറബിൾ സോൺ, ഹൈ വൾണറബിൾ സോൺ, അതോടൊപ്പം തന്നെ മോഡറേറ്റ് വൾണറബിൾ സോൺ. അപ്പോൾ ലാൻഡ് സ്ലൈഡ് നമ്മുടെ ഇന്ത്യയിൽ അനുഭവപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രധാനമായും മൂന്നായിട്ട് അതിനെ തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? വെരി ഹൈ വൾണറബിൾ സോൺ, ഹൈ വൾണറബിൾ സോൺ, അതോടൊപ്പം മോഡറേറ്റ് വൾണറബിൾ സോൺ. വെരി ഹൈ വൾണറബിൾ സോൺ എന്ന് പറയുന്നത് എങ്ങനെയുള്ള പ്രദേശങ്ങളാണെന്ന് നോക്കിയാൽ ആൻഡമാൻ നിക്കോബാർ നീൽഗിരി പ്രദേശങ്ങളൊക്കെ ഈ വെരി ഹൈ വൾണറബിൾ സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ആണ്. അപ്പോൾ വെരി ഹൈ വൾണറബിൾ സോണിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ, അതോടൊപ്പം നീൽഗിരി എല്ലാം വെരി ഹൈ വൾണറബിൾ സോണിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഹൈ വൾണറബിൾ സോണിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഹിമാലയൻ സ്റ്റേറ്റ്സും ആസാമും ഒക്കെ ഹൈ വൾണറബിൾ സോണിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. ഹിമാലയൻ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശമൊക്കെ എങ്ങനെയുള്ള സ്റ്റേറ്റ്സ് ആണ്? ഹിമാചൽ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഹിമാലയൻ സ്റ്റേറ്റ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, അതോടൊപ്പം തന്നെ ഉത്തരാഖണ്ഡൊക്കെ നമുക്ക് ഏതിനകത്ത് ഉൾപ്പെടുത്താം? സിക്കിമൊക്കെ ഇത്തരത്തിൽ ഹൈ വൾണറബിൾ സോണിൽ ഉൾപ്പെടുന്നതാണ് ഹിമാലയൻ സ്റ്റേറ്റ്സും അതോടൊപ്പം തന്നെ ആസാമും. മൂന്നാമത്തെ കാറ്റഗറിയാണ് മോഡറേറ്റ് വൾണറബിൾ സോൺ എന്ന് പറയുന്നത്. ഈ മോഡറേറ്റ് വൾണറബിൾ സോണിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്, രാജസ്ഥാനൊക്കെ ഏതിൽ ഉൾപ്പെടുന്നതാണ്? ഇത്തരത്തിൽ മോഡറേറ്റ് വൾണറബിൾ സോണിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ആണ്. അപ്പോൾ നമ്മൾ ലാൻഡ് സ്ലൈഡിൻ്റെ ആ ഒരു ഒക്കറൻസിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പൊട്ടൻഷ്യൽ ഗ്രാവിറ്റി അനുസരിച്ചിട്ട് നമ്മൾ പ്രധാനമായും മൂന്നായിട്ട് തരംതിരിച്ചു. ഏതൊക്കെയായിരുന്നു? വെരി ഹൈ വൾണറബിൾ സോൺ, ഹൈ വൾണറബിൾ സോൺ, അതോടൊപ്പം തന്നെ മോഡറേറ്റ് ആയിട്ടുള്ള വൾണറബിൾ സോൺ. ഇതിൽ വെരി ഹൈ വൾണറബിൾ സോൺ എന്ന് പറയുന്നത് എവിടെയൊക്കെയായിരുന്നു? ആൻഡമാൻ നിക്കോബാർസിലും നീൽഗിരിയിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെരി ഹൈ വൾണറബിൾ സോൺ ആണ്. ഹൈ വൾണറബിൾ സോൺ കാണുവാൻ സാധിക്കുക ഹിമാലയൻ സ്റ്റേറ്റ്സിലും ആസാമിലുമാണ്. മോഡറേറ്റ് വൾണറബിൾ സോൺ കാണുവാൻ സാധിക്കുക ഹിമാചൽ പ്രദേശിലും രാജസ്ഥാനിലും ആണ്. ലാൻഡ് സ്ലൈഡിൻ്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചേഴ്സിനും അതോടൊപ്പം തന്നെ സെറ്റിൽമെൻറ്റ്സിനും ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കും? ലാൻഡ് സ്ലൈഡ് അഥവാ ഈ ഉരുൾപൊട്ടലിന് സാധിക്കും. അപ്പോൾ ഉരുൾപൊട്ടൽ അഥവാ ലാൻഡ് സ്ലൈഡിൻ്റെ പ്രധാനപ്പെട്ട കോൺസിക്വൻസ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഇത് എന്തിന് കാരണമായി തീരും? ഇൻഫ്രാസ്ട്രക്ചേഴ്സിൻ്റെയും സെറ്റിൽമെൻറ്റ്സിൻ്റെയും ഡിസ്ട്രക്ഷന് ഇത് കാരണമായി തീരും. ഇനി ഈ ലാൻഡ് സ്ലൈഡിന് ഒരു മിറ്റിഗേഷൻ അഥവാ ഒരു റെമഡി എന്ന നിലയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് നോക്കുകയാണ് എങ്കിൽ ടെറസ് ഫാമിംഗ് നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ടെറസ് ഫാമിംഗ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് പോലുള്ള ഏരിയകളിൽ ജുമ്മിങ് അഥവാ സ്ലാഷ് ആൻഡ് ബേൺ കൾട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ട്രഡീഷണൽ കൾട്ടിവേഷൻ ടൈപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കൾട്ടിവേഷൻ ടൈപ്പുകൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഈ ലാൻഡ് സ്ലൈഡിനെ പ്രോൺ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനൊക്കെ കാരണമായി തീരുന്ന രീതിയിലുള്ള കൾട്ടിവേഷനാണ് ഇത്തരത്തിലുള്ള ജുമ്മിങ് പോലുള്ള കൾട്ടിവേഷൻ. അതിന് പകരം നമ്മൾ ടെറസ് ഫാമിംഗ് കൊണ്ടുവരികയാണെങ്കിൽ അത് നമുക്ക് ലാൻഡ് സ്ലൈഡിനെ ചെറുക്കാനായിട്ട് സഹായകരമാകും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലെ ലാൻഡ് സ്ലൈഡിന് പ്രോൺ ചെയ്തിട്ടുള്ള ഏരിയാസ് അല്ലെങ്കിൽ ലാൻഡ് സ്ലൈഡ് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ള കൺസ്ട്രക്ഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ ഡിസ്കറേജ് ചെയ്താലും നമുക്ക് ഇതിൻ്റെ അനന്തരഫലമായിട്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കുവാനായിട്ട് അത് സഹായിക്കും.
അപ്പോൾ നമ്മൾ ഇത്രയും നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ചർച്ച ചെയ്തതിൽ നിന്ന് നമുക്ക് പ്രധാനമായിട്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നാച്ചുറൽ സർക്കംസ്റ്റാൻസസ് ഓർ ഒക്കറൻസസ് ആണ്. എന്നാൽ ഇത് ഹാപ്പൻ ചെയ്ത അല്ലെങ്കിൽ ഇത് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഗ്രാവിറ്റിയെ കുറയ്ക്കുവാൻ നമ്മൾ ഇഫക്റ്റീവായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കുന്നതിലൂടെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഫ്രീക്വൻ്റ് ആയിട്ട് നാച്ചുറൽ കലാമിറ്റീസ് നമ്മുടെ രാജ്യത്ത് നടന്നതിൻ്റെ ഒരു അനന്തര ഫലമായിട്ട് ആവശ്യത്തിനുള്ള ഇഫക്റ്റീവ് സ്റ്റെപ്സ് നമ്മുടെ അതോറിറ്റി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററായിട്ട് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബില്ലിനെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബില്ല് വന്നത് 2005 ഇപ്പോൾ 2005 എന്ത് വരുന്നത്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബില്ല് നമ്മുടെ രാജ്യത്ത് നിലവിൽ വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ട് ഏതൊക്കെ ടോപ്പിക്കാണ് ചർച്ച ചെയ്തത്? നമ്മൾ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കി. അതിനുശേഷം നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. അതിനുശേഷം ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രധാനപ്പെട്ട നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള എർത്ത്ക്വേക്സ്, സുനാമി, ട്രോപ്പിക്കൽ സൈക്ലോൺ, ഫ്ലഡ്സ്, ഡ്രൗട്ട്സ്, അതോടൊപ്പം തന്നെ ലാൻഡ് സ്ലൈഡ് എന്നിവ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചു. അതിൻ്റെ അനന്തരഫലങ്ങളും അതിൻ്റെ ക്യാരക്ടേഴ്സും അതോടൊപ്പം അത് എങ്ങനെയാണ് നമുക്ക് ഗ്രാവിറ്റി കുറയ്ക്കുവാൻ സാധിക്കുക എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ബില്ലിനെ പറ്റിയിട്ട് സംസാരിച്ചത്. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ ദയവായിട്ട് അത് ആ ഒരു കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം വിദ്യാസാഗറിലെ കൂടുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ലഭ്യമാകുന്നതിനായിട്ട് വിദ്യാസാഗറിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.